നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 735th day. Today 15th sloka of 7th chapter, Prathama Skanda. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 735 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാന തഥാരുദത് ബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്നാഹ കിരീടമാലി. ഓം തത്സത്. മാതാ ശിശൂനാം നിധനം സുധാനാം നിശമ്യ ഘോരം പരിതപ്യമാന തദാരുദത് ബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്നാഹ കിരീടമാലി. ഓം തത്സത്. മാതാ ശിശൂനാം നിധനം സുധാനാം നിശമ്യ ഘോരം പരിതപ്യമാന തഥാ അരുദത് ബാഷ്പ കലാകുലാക്ഷി താം സ്വാന്തയൻ ആഹ കിരീടമാലി. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. ശിശൂനാം എന്ന് പറഞ്ഞാൽ ശിശുക്കളായ, സുധാനാം പുത്രന്മാരുടെ, ഘോരം ഭയങ്കരമായ, നിധനം വധത്തെ, തൻ്റെ ശിശുക്കളുടെ ഘോരമായ വധത്തെ, നിശമ്യ കേട്ടിട്ട്, പരിതപ്യമാന ഏറ്റവും പരിതപിക്കുന്നവളായ, മാതാ അമ്മ, ബാഷ്പ കലാകുലാക്ഷി ബാഷ്പത്തുള്ളികൾ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവളായിട്ട് കരഞ്ഞുകൊണ്ട്, തഥാ അപ്പോൾ, അരുദത് രോദിച്ചു കരഞ്ഞു, താം അവളെ, സ്വാന്തയൻ സമാധാനിക്കുന്നവനായ, കിരീടമാലി അർജുനൻ ആഹ ഇപ്രകാരം പറഞ്ഞു. അതായത് തൻ്റെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ, ചെറിയ കുട്ടികളായിട്ടുള്ള തൻ്റെ മക്കളുടെ ഭയങ്കരമായ വധത്തെ കേട്ടപ്പോൾ പാഞ്ചാലി വളരെയധികം ദുഃഖിച്ച് വ്യസനിച്ച് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു. അവളെ സമാധാനിപ്പിക്കുന്ന അർജുനൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. തൻ്റെ മക്കളോട് ഇങ്ങനെയാണ് ദുര്യോധനനെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള വ്യാകുലതയോടെ മഹാപ്രതികാരശാലിയായിട്ടുള്ള ആ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവപുത്രന്മാരെ, പാഞ്ചാലിയുടെ പുത്രന്മാരായിട്ടുള്ളവരെയും മറ്റു കുറേ ഉറങ്ങിക്കിടക്കുന്നവരെയും വധം ചെയ്തു. പാഞ്ചാലി പുത്രന്മാരുടെ തല വധിച്ചു കൊണ്ടുവന്ന് ദുര്യോധനൻ്റെ മുൻപിൽ വച്ചു അത്രേ. അപ്പോൾ ദുര്യോധനന് പോലും ആ പ്രവൃത്തി ഇഷ്ടമായില്ല. ഇത് ലോകർ നിന്ദിക്കുന്ന പ്രവൃത്തിയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മരണക്കിടക്കയിൽ നിന്ന് മുഖം തിരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. പ്രകാരമൊക്കെ ചെയ്തിട്ടും അശ്വത്ഥാമാവിൻ്റെ പ്രതികാര വാഞ്ച ഒടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്രകാരം തൻ്റെ പുത്രന്മാരെ അശ്വത്ഥാമാവ് വധിച്ചത് കേട്ടപ്പോൾ, അതും അതിഘോരമായി വധിച്ച് തലയറുത്ത് പിന്നീട് അവരെ തീയിലിട്ട് അവരുടെ ശരീരം കത്തിക്കുകയൊക്കെ ചെയ്തു അത്രേ. അതറിഞ്ഞിട്ട് പാഞ്ചാലി വളരെ ദുഃഖിച്ച് കരഞ്ഞു. നീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു. അത് ദുഃഖത്തിൻ്റെ ആധിക്യം കാണിക്കാനാണ് അപ്രകാരം പറയുന്നത്. വളരെയേറെ ദുഃഖിച്ചുകൊണ്ട്
കരഞ്ഞു. അപ്പോൾ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട്, അർജുനനും എല്ലാവർക്കും ദുഃഖം തന്നെയാണ്, എങ്കിലും ആ മാതാവിൻ്റെ ദുഃഖത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് അർജുനൻ ഇപ്രകാരം പറഞ്ഞു. അർജുനൻ പറയുന്നത് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ്. അർജുനൻ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം ഒരിക്കൽ കൂടി. മാതാ ശിശൂനാം നിധനം സുധാനാം നിശമ്യ ഘോരം പരിതപ്യമാന തഥാരുദത് ബാഷ്പകലാകുലാക്ഷി താം സ്വാന്തയന്നാഹത് കിരീടമാലി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.